ഗൈസ്, ഇൻഷാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകട്ടോ. കാലുമേൽ കയ്യുമേലൊക്കെ തേക്കാം. കാലുമേൽ കൈയൊക്കെ തേക്കാട്ടോ. അപ്പോൾ ആദ്യം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മൾ വലിയ വീഡിയോ ആയി എന്നൊന്നും പറഞ്ഞ് കാണാതൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പം അതിന് വേണ്ടി 2 രൂപയുള്ളൂ കേട്ടോ. കാപ്പിപ്പൊടിയാ പൂവല്ലേ, ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പം 2 രൂപയുടെ 2 പാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ബ്രോ. ഗൈസ് നിങ്ങൾ കണ്ടു. അപ്പം അതാ പൊട്ടിച്ചും കൊണ്ട് തട്ടിക്കൊടുക്കുമ്പോള് അതിന്റെ മറ്റേ കളർ കണ്ടറിഞ്ഞു. കിട്ടു. തീ കുറച്ച് വെച്ചതാണ്, വെള്ളം വറ്റി പോവണ്ട വെച്ചിട്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, പാൻറ് പൊട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പിടിക്കണം കേട്ടോ. പാൻറ്റൊക്കെ പൊട്ടിപ്പോയി മക്കളെ, 4 കൊല്ലം മുമ്പ് വാങ്ങുന്നതല്ലേ. അപ്പം അതൊന്നും അതിലിട്ട് ഇളക്കില്ല. അപ്പോൾ ഇതിക്ക് വേണ്ടിയതാ ഒരു കഷ്ണം മഞ്ഞൾ, ഉണക്കമഞ്ഞളായാലും മതി, മഞ്ഞൾ പൊടി ആയാലും മതി. ഇതൊരു പച്ചമഞ്ഞളുടെ കഷ്ണമാണ്, ചെറുതാട്ടോ. ഇതിക്കിടുക. നമ്മൾ തീയൊന്ന് അല്പം കൂട്ടിയാക്കാം. ഗൈസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരണം. തിളച്ച് ഈ മഞ്ഞളുടെ ഇതൊക്കെ ഇതൊന്ന് പിടിക്കണം. അപ്പൊ ഗൈസ് ഇത് കുറച്ചും കൂടി വറ്റണം കേട്ടോ. അപ്പൊ ഗൈസ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ ഒരു 2 സാധനം കൂടി ചേർക്കാണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തീ ഓഫാക്കി. ഇതുണ്ട് ഇതിൻ്റെ കളർ നോക്കി. മഞ്ഞളും കാപ്പിപ്പൊടി, നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൻ്റെ പാട്, എന്താണ് കരിവാളിപ്പ്, നല്ല ഒരു സാധനം കേട്ടോ അത്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അല്ല. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് അല്പം ചൂടാറട്ടെ. അപ്പം നമ്മളൊരു പാത്രത്തേക്ക് ഒഴിക്കുക കേട്ടോ. കടലപ്പൊടി ലേശം ഈ വെള്ളത്തേക്ക് ഇടുക കേട്ടോ. ഇത് ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഇട്ടെടുക്കാം. കുറച്ച് കടലപ്പൊടി ഇട്ട് ഇച്ചിരിയും കൂടി ഇടണേ. നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട് ഇതിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്താൽ അത്രയും മതി. ഇനി നമ്മൾ ചെറുനാരങ്ങൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. നല്ല നീരൊക്കെ ഉണ്ട്. ചെറിയൊരു കഷ്ണം എടുത്ത് തുള്ളി തേനും, കുറച്ച് തേനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഇത് മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് തേച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ, സ്കൂളൊക്കെ കൂട്ടിയില്ലേ കുറേ ആളുടെ. ഇനി ഈ വെള്ളം നമുക്ക് ബാക്കി പിന്നെ എടുത്ത് വെച്ചാൽ മതി, നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇത്രയും വേണ്ടിയുള്ളൂ. വേണ്ടോ എന്നാ വിളിച്ചു ബാക്കിയോ. അപ്പോൾ നമുക്ക് തലയിൽ തേക്കാൻ ഒരു ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കടലപ്പൊടിയൊക്കെ ചിന്തിയിട്ടുണ്ട്. ഇതൊന്ന് എടുത്തേക്കട്ടെ. ചെമ്പരത്തിൻ്റെ താളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി താളിയാണ് മക്കളെ. ചെളി പോവാനും മുടി വളരാനും താരം പോവാനും. ഇതാ നല്ല ഇല നോക്കി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിക്കിടുക. പിന്നെ പൂവിടുക. പിന്നെ 2 പേരയില എടുത്തിട്ടുണ്ട്, അതിടുക. പിന്നെ ഇതിൽ സോനു കിടക്കുന്നുണ്ട് കേട്ടോ.
പനിക്കൂർക്കയില. അതിന് പനിയാണ്, പനിയും ചുമയും. ഓൻ ചുമ വരുമ്പോൾ പുറത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ. ചമക്കാന് നിങ്ങൾ കേക്ക് ഉണ്ടോയെന്ന് ഓർത്തിട്ട്. നടക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോ ഓൻ അവിടെ തന്നെ കഴിച്ചിട്ട് പീസ് കറ്റാർവായ കണ്ട. പിന്നെ ജെല്ലി നോക്കി. പിന്നെ നമ്മൾ ഇടുന്ന തുളസി. ഈ തുളസി നിങ്ങളെ വീട്ടിലുണ്ടോ? ഇട്ട് നോക്കി. ഇത് വേറെ സൈസാണ് കണ്ടോ. എന്തോ അതിൻ്റെ മണം നല്ല നല്ലൊരു മണം. അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. വലിയ വലിയല്ലേ കണ്ട. വേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, തല ചൊറിച്ചിലിന്, പേന് എന്ന് പറയേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ ഇന്ന് താളി ഉണ്ടാക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെയ്യല്ല. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യില്ല. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഒരു അല്ലി മുരിങ്ങയില. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞാലൊന്നും തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീക്കൊണ്ട് ഇടുകയാണ്. വലിയ വീഡിയോ ആയി എന്നൊന്നും പറയണ്ട. അപ്പോൾ ഗൈസ് ജാറൊന്ന് മാറ്റീന്. ബാക്കിയുള്ള ഇല അതിൽ കൊള്ളൂല കേട്ടോ. അപ്പോൾ വേറെ ജാറെടുത്ത് കുറച്ചുകൂടി വലുത്. ആ ജാറിൽ കൊള്ളണില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചാണ്ട് എടുക്കുക. അപ്പോൾ ഗൈസ് അരച്ചെടുത്തിട്ടുണ്ട്. എന്താ മോനെ താളി. ഇതാണ് തേച്ചാ മുടി ഇല്ലാത്തവർക്കും ഇങ്ങോട്ട് ഉണ്ടായിക്കോളും. അപ്പം അത് തേക്കണ കാണിച്ചു തരാം. പിന്നെ കാണിച്ചു കൊടുക്കണ്ടേ. തേച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെളിയൊക്കെയാണ് പോയിക്കോളും. ഇത് നമ്മൾ ഷവറിൽ നല്ലോണം കഴുകി കളയണം. രണ്ടോളം മുടി കുറേ മുറിച്ചിട്ടിട്ടാ മക്കളെ, അല്ലെങ്കിൽ ഇതിലേറെ ഉണ്ടാവും. എണ്ണ ലേസം തൊട്ട് വരട്ടിയിട്ട് ഇതാണ് തേക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് മുന്നിലേക്ക് വേണ്ട. ഇങ്ങനെ തേച്ച് ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പനിക്കൂർക്കലൊക്കെ കൂട്ടിയത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം ഇങ്ങനെയാണ്. ഇനി മൊത്തം തേക്കാണ്ട് അത് കാണിക്കണില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.